സലാം. വീണ്ടും ബ്ലസ്സിയും മോഹൻലാലും ഒരുമിക്കുന്നു എന്നുള്ള ഒരു വാർത്ത ഇവിടെ വാർത്തയല്ല, ഇത് ഉറപ്പിക്കുക തന്നെയാണ്. അങ്ങനെ അത് നടക്കാൻ പോവുകയാണ്. തരുൺ മൂർത്തിയുടെ ചിത്രത്തിന് ശേഷം മോഹൻലാൽ വീണ്ടും ബ്ലസ്സിയുമായി ഒരുമിക്കുന്നു. ആ ഒരു കൂട്ടുകെട്ടിലെ സിനിമ നമ്മളെ എല്ലാവരെയും ഏറെ ഇഷ്ടപ്പെടുന്ന സിനിമകൾ തന്നെയായിരുന്നു. 3ഓളം സിനിമകളാണ് ബ്ലസ്സി മോഹൻലാൽ കൂട്ടുകെട്ടിൽ വന്നത്. അതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പം വീണ്ടും ബ്ലസ്സിയും മോഹൻലാലും ഈ ഒരുമിച്ച് വരുമ്പോൾ 9ാമത്തെ സിനിമയാണ് ബ്ലസ്സിയുടേത്. അതിനകത്ത് തന്നെ നമുക്കറിയാം 3 സിനിമകൾ മോഹൻലാലും ഒത്തായിരുന്നു. 4ാമത്തെ സിനിമയും മോഹൻലാലും ഒത്ത് വരുമ്പോൾ അത് അതിഗംഭീരമെന്ന് തന്നെ പറയാം. ബ്ലസ്സി മോഹൻലാൽ കൂട്ടുകെട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന സിനിമ ഏത്? നിങ്ങൾക്ക് ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് തന്മാത്ര തന്നെയാണ്. നമ്മളുടെയൊക്കെ മനസ്സിൽ എന്താണ് ഒരു ഫാമിലി, എങ്ങനെയായിരിക്കണം, അതല്ലെങ്കിൽ നമ്മൾ കൊതിച്ചത് കണ്ട് മറന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ എങ്ങനെയാണ്, അത് തന്നെയായിരുന്നു തന്മാത്ര എന്നുള്ളതാണ്. ആ ഒരു തന്മാത്രയിൽ നിന്ന് അടുത്ത ഭ്രമരത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു മോഹൻലാൽ എന്ന നടനെ മാക്സിമം എക്സ്പ്ലോർ ചെയ്തിരിക്കുന്ന മറ്റൊരു സിനിമ എന്ന് തന്നെ പറയാം. എന്താണ് നമ്മൾ മോഹൻലാൽ എന്ന നടനിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന അത് തന്നെയാണ് ഈ പറഞ്ഞ 2 സിനിമകൾ. 3ാമത് വന്ന പ്രണയം അത് ഒരു 1.5 സിനിമ തന്നെയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിനകത്തിൽ ആദ്യം പറഞ്ഞ 2 സിനിമകളും അതിഗംഭീര ഹിറ്റുകളായിരുന്നുവെങ്കിൽ 3ാമത്തേത് ഒരു ആവറേജ് ഹിറ്റിലേക്ക് ഒതുങ്ങിയ സിനിമയാണ്. പക്ഷേ ഈ സിനിമയെ ഹിറ്റോ ആവറേജ് ഹിറ്റോ പരാജയമോ വിജയമോ എന്നുള്ളതല്ല, 3ഉം മോഹൻലാൽ എന്ന അത്ഭുത പ്രതിഭയെ എടുത്ത് കാണിച്ചിരിക്കുന്ന സിനിമ തന്നെയാണ്. അതെ, ബ്ലസ്സിയെ പോലെയുള്ള ഒരു ഡയറക്ടറിൻ്റെ കയ്യിലേക്ക് മോഹൻലാൽ എന്ന നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനെ കിട്ടുമ്പോൾ അതൊരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, അദ്ദേഹത്തെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുന്നു എന്നുള്ളതാണ്. യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ള വാക്കല്ല ഇവിടെ പറഞ്ഞത്, എക്സ്പ്ലോർ ചെയ്യുന്നു എന്നുള്ളതാണ്. 4ാമത്തെ സിനിമ ഈ ഒരു കൂട്ടുകെട്ടിൽ വരുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, വീണ്ടും മോഹൻലാലിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സിനിമ വരുന്നു എന്നുള്ളതാണ്. എന്താണ് മലയാളത്തിലെ സീനിയർ താരങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? അത് തന്നെയാണ് ബ്ലസ്സി നമുക്ക് നൽകും എന്നുള്ള ഉറപ്പും. അതെ, മോഹൻലാലിനെ നമുക്ക് വേണ്ടത് ഈ ഒരു രീതിയിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയ പാഠം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഇൻബോൺ ആക്ടറാണ് അദ്ദേഹം ചിരിച്ചാലും നോക്കിയാലും എല്ലാം തന്നെ അത് നമ്മുടെ മനസ്സിലേക്ക് ഒരിക്കലും അഭിനയമായി വരില്ല, അത് നമ്മൾ ലൈവായി കാണുന്ന ഒരു ഫീല് തന്നെയാണ്. ആ ഒരു ഫീലിനെ കുറേ നാളുകളായിട്ട് മങ്ങിക്കിടക്കുന്നുവെങ്കിൽ ഇതേപോലെ ഒരു ഡയറക്ടറിൻ്റെ കയ്യിലേക്ക് കിട്ടുമ്പോൾ വീണ്ടും അത് തൊട്ടുണർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ കയ്യിലേക്ക് ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ബ്ലസ്സിയുടെ പോലെ ബ്ലസ്സിയുടെ സിനിമകളിലെ ക്യാരക്ടർ വരികയാണെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, അത് ഏറെക്കാലം പതിറ്റാണ്ടുകളോളം നമ്മളെ, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനും മുകളിലേക്ക് നമ്മളുടെ ഹൃദയത്തിൽ ചേക്കേറുന്ന സിനിമകളായിരിക്കാം. അതുതന്നെയാണല്ലോ ഭ്രമരം എന്ന സിനിമയും അല്ലെങ്കിൽ തന്മാത്ര എന്ന സിനിമയും ഇത്രത്തോളം ഇന്നും നമ്മുടെ ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്നത്. പലരും ഈ പറഞ്ഞ പോലെ തന്നെ തന്മാത്ര എന്ന സിനിമ മുഴുവനായി കാണാത്തവരുണ്ട് എന്നുള്ളതാണ്. വേറൊന്നും കൊണ്ടല്ല, അവർക്കത് കാണാൻ കഴിയില്ല, അത്രത്തോളം വൈകാരികമായ ഒരു മൂമെൻറ്റ്സ് ആയിരുന്നു ആ സിനിമയിലുള്ളത്. ഒരുപക്ഷെ ചിലർ ഒരുപാട് വട്ടം കണ്ടവരുമുണ്ടാകാം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ആ ഒരു സിനിമ ഇന്നും മനസ്സിൽ എത്ര പ്രാവശ്യം കണ്ടാലും മടുക്കാത്ത ലെവലിലുള്ള ഒരു സിനിമയുടെ പട്ടികയിൽ തന്നെ നിൽക്കുന്നു. എന്തായാലും ബ്ലസ്സി മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരു സിനിമ കൂടി വരുമ്പോൾ അത് മലയാള ഫിലിം ഇൻഡസ്ട്രി എന്നല്ല, മലയാളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം. ലാൽ സലാം.